ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞോണം നിങ്ങൾക്കൊപ്പം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല, എന്നാലും ഒരാഗ്രഹം. അപ്പോൾ നമുക്ക് തുടങ്ങാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലി സാമ്പാറിന് ചമ്മന്തി ആയിരുന്നു. അമ്മ അവിടെ ചമ്മന്തിക്കുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡിയായി. സാമ്പാറും ചമ്മന്തിയാണ് കറി. ഇഡ്ഡലി ആകുമ്പം കുറച്ച് വേഗം പണി തീരുമല്ലോ, അതുകൊണ്ടാണ് ഇന്ന് ഇഡ്ഡലി ആക്കിയത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. മിന്നു വലുതായിട്ടൊന്നും കഴിക്കത്തൊന്നുമില്ല, വെറുതെ ഇരിക്കത്തേ ഉള്ളൂ. അവളുടെ പുറകിന് ഇങ്ങനെ നടന്നാൽ മാത്രമേ അവൾ കഴിക്കത്തുള്ളൂ. എനിക്കാണെങ്കിൽ ചമ്മന്തിയും സാമ്പാറും ഇഡ്ഡലിയും പപ്പടവും കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെന്ന് വെച്ചാൽ ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഉണ്ണിയേട്ടനാണ് ആ ഒരു കോമ്പിനേഷനെ പഠിപ്പിച്ചത്. അപ്പോൾ എന്നാ പപ്പടമായിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഞാൻ പപ്പടം പിടിച്ചെന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലച്ചുവിനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി എന്ന് പറയുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല. പിന്നെ ഇന്ന് കുറച്ച് തിരക്കായതുകൊണ്ട് അങ്ങ് ഇഡ്ഡലി ആക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇനി മിന്നൂസിനായിട്ട് പുറകിന് നടക്കണം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുക്കളയിലോട്ട് കയറുകയാണ് ബാക്കിയുള്ള പരിപാടിക്കായിട്ട്. ഇനി ഇപ്പം നമ്മൾ അവിയലാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് അമ്മയും ഞാനും കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവിയലിനെന്ന് പറയുമ്പോൾ നല്ല കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം, അതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ചേനയും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുപോലെ നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ വൈകുന്നേരം തന്നെ ചെയ്തായിരുന്നു. പച്ചടി, കിച്ചടി, ഓലൻ, കാളൻ അതൊക്കെ ചെയ്തായിരുന്നു. കാളൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മിന്നൂസ് ഭയങ്കര വഴക്കായിരുന്നു. ഇന്ന് രാവിലെ വഴക്കിടാൻ തുടങ്ങി. അവളവിടെ നിന്ന് ഈ ഒരു സമയത്ത് വഴക്കിട്ടുകൊണ്ടിരിക്കുക. അച്ഛനും എല്ലാവരുമായിട്ട് ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു. അവയിൽ പല സ്ഥലത്തും പല രീതിയിലാണ് വെക്കുന്നത്. ഇവിടെ ആണെങ്കിൽ അമ്മ വെളുത്തുള്ളി ഒന്നും ചേർക്കത്തില്ല, ചുവന്നുള്ളിയും എന്താണ് തേങ്ങയും കറിവേപ്പിലയും അതാണ്, പിന്നെ വെളിച്ചെണ്ണയും. ആ ഒരു വെളിച്ചെണ്ണയിലാണ് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുന്നത്. അങ്ങ് വീട്ടിലാണെങ്കിൽ അവിടെ ചെന്നിട്ടാണ് ഞാൻ കാണുന്നത്. അമ്മ അവിടെ വെളുത്തുള്ളി ഉപയോഗിക്കും, പിന്നെ എന്നാ അമ്മ കുറച്ച് വെള്ളമൊക്കെ വെച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ പലയിടത്തും പല രീതിയിലാണ്. അവിടെ തക്കാളി ഇടാറുണ്ട്, ഇവിടെയും തക്കാളിയൊക്കെ ഇടും. പിന്നെ ഇന്നത്തെ അവിയലിന് നമ്മൾ പിഴുപുളിയാണ് പുഴിഞ്ഞ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് മെയിനായിട്ട് ഇതാ ചുവന്നുള്ളിയാണ്. അമ്മയാണ് ഇവിടെ അവിയലിങ്ങനെ അടിപൊളിയായിട്ട് അരച്ച് തരുന്നത്, അവിയലിനുള്ള അരപ്പ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ, ജീരകവും കുഞ്ഞു ജീരകവും മഞ്ഞൾപ്പൊടിയും തേങ്ങയും ചുവന്നുള്ളി. അപ്പോൾ തേങ്ങയും പച്ച വെളിച്ചെണ്ണയും ഒക്കെയാണ് ഇതിനകത്ത് മെയിൻ ഐറ്റം. അപ്പോൾ അമ്മ ഇങ്ങനെ അരപ്പൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് കറിവേപ്പില ഇഷ്ടം പോലെ അമ്മ ചേർക്കും. അതാണ് അമ്മയുടെ മാസ്റ്റർ പീസ്. അപ്പോൾ അവിയലിൻ്റെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് നമ്മൾ ഇളക്കുമ്പോഴൊക്കെ നന്നായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ പിന്നെ പറഞ്ഞതേ ഉള്ളൂ. അത് ഉടഞ്ഞു പോവാതെ വേണം നമ്മളതെല്ലാം എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ അരപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ആവി വരുമ്പോഴത്തേക്ക് ഉടഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെ എല്ലാം ഇളക്കിയെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ അവിയൽ റെഡിയാകും. പിന്നെ അവസാനം ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്, അതാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ തരും നമ്മുടെ അവിയലിന്. അതും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ അവിയൽ അടിപൊളിയായിട്ട് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അവിയലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ തോരൻ്റെ പണിയിലോട്ടായി. തോരൻ എന്ന് പറയുമ്പം ക്യാബേജും ക്യാരറ്റും കൊണ്ടുള്ള തോരനാണ്. അതെന്ന് പറയുമ്പം ഈ ഒരു മിക്സി, പ്രീതിയുടെ പുതിയ മിക്സി വാങ്ങിച്ചപ്പോൾ ഇങ്ങനൊരു ജാറ് കിട്ടിയപ്പോഴത്തേക്ക് അതൊരു അടിപൊളിയായി. കാരണം വേഗം തന്നെ ക്യാബേജൊക്കെ അരിഞ്ഞ് കിട്ടും. പിന്നെ നമ്മളെന്താ തേങ്ങയും ഞാൻ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ചതച്ചിട്ടുണ്ട്, ഇഞ്ചിയും പച്ചമുളകും ഇത് തന്നെ നാട്ടിൽ ചതച്ച് എല്ലാം കൊണ്ട് ഞെരടി ഉപ്പിട്ട് ഞെരടി അടച്ചൊന്നും വേവിക്കത്തില്ല. നമ്മുടെ ക്യാബേജില്ലേ, വേഗം വെള്ളം കൂടുതലായി പോവും. തുറന്ന് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കും. അങ്ങനെയാണ് നമ്മുടെ തോരൻ. കടുവറക്കുമ്പം ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇടും, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ തോരൻ റെഡിയാവും. കൂട്ടത്തിൽ അമ്മ ദാ പുളിശ്ശേരിക്കുള്ളതും വെച്ചിട്ടുണ്ട്. പുളിശ്ശേരി അവിടെ നിന്ന് ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുക.
അപ്പം നമ്മുടെ പുളിശ്ശേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അമ്മയാണ് പുളിശ്ശേരിയുടെ ആൾ. അമ്മ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ തോരൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് കടുക് വറുക്കണം. പരിപ്പൊക്കെ റെഡിയായി കഴിഞ്ഞായിരുന്നു. അപ്പോൾ പരിപ്പിനും പുളിശ്ശേരിക്കുമാണ് കടുക് വറുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കടുവൊക്കെ നന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ മിന്നൂസിനെ കുളിപ്പിക്കുന്നൊരു പരിപാടിയുണ്ട്. അമ്മയുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് അമ്മയെ മതി. അമ്മ കുളിപ്പിക്കണം, അമ്മ ഡ്രസ്സ് ഇടിപ്പിക്കണം, ഒക്കെ അമ്മ തന്നെ. അമ്മയെ അവൾ വട്ടം കറക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയതാണ് അമ്മയടുത്ത്. അങ്ങനെ അമ്മ കുളിപ്പിച്ച് ഉടുപ്പൊക്കെ ഇട്ട് ഉറക്കാൻ പോകാണ് ആളിനെ. ഇന്ന് രാവിലെ തൊട്ട് വഴക്കായതുകൊണ്ട് വലുതായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഇന്ന് പാല് കുടിച്ച് ഒരു ശകലം ഇഡ്ഡലി കഴിച്ച്, അത്ര തന്നെ. ഇനി ഉറക്കിയൊക്കെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ മിന്നൂസിനെ ഉറക്കി കഴിഞ്ഞാൽ അമ്മ പായസം വെക്കാനുള്ള പരിപാടിയിലോട്ടായി. പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള ഇല അച്ഛനാണ് വെട്ടുന്നത്. അപ്പോൾ അച്ഛൻ നമ്മുടെ പറമ്പിൽ തന്നെയാണ് കേട്ടോ, നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ വാഴയില എടുത്തിരിക്കുന്നത്. അപ്പോൾ അച്ഛനാണ് ഇല വെട്ടിൻ്റെ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഇനി കുളിക്കണം, പിന്നെ നമുക്ക് ചോറിനണം. അതിനിടയ്ക്ക് അമ്മ ഇവിടെ പായസം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടപ്രഥമനാണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടപ്രഥമനും റെഡിയായി കഴിഞ്ഞു. അമ്മ അവസാനമായിട്ട് അതിനകത്തോട്ട് അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് ചേർക്കുകയാണ്. ഇവിടെ കിസ്മിസ് വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് മാത്രം ചേർത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ സദ്യയൊക്കെ റെഡിയായി കഴിഞ്ഞു. എല്ലാ കറികളും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പരിപ്പ്, പപ്പടം, ചോറ്, കാളൻ പുളിശ്ശേരി, പിന്നെ നമ്മുടെ പച്ചടി, കിച്ചടി, ഓലൻ, സാമ്പാറൊക്കെ കുറച്ച് മതി, ആരും കഴിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ സദ്യ ആകുമ്പോൾ അതൊക്കെ വേണമല്ലോ. അവിയൽ, അച്ചാർ, കടുമാങ്ങയുണ്ട്, നാരങ്ങയുണ്ട്, ഇഞ്ചിയുണ്ട്. ഇത്രയാണ് നമ്മളുടെ സദ്യ. അപ്പോൾ സദ്യക്ക് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പരിപ്പാണ് ഇവിടെ ആദ്യമായിട്ട്, പരിപ്പും പപ്പടവും കൂട്ടിയാണ് കഴിക്കുന്നത്. അവിടെയൊക്കെ എന്ന് പറയുമ്പം പരിപ്പൊന്നും വലിയ ഇഷ്ടമില്ല. ഉണ്ണിയേട്ടന് ഇഷ്ടമില്ല, അച്ഛന് ഇഷ്ടമാണ് അവിടുത്തെ. അമ്മയ്ക്കൊന്നും വലിയ താല്പര്യമില്ല പരിപ്പ്. പിന്നെ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ കുറച്ചുണ്ടാക്കും, അത്രയേ ഉള്ളൂ. ഇവിടെ പക്ഷേ പരിപ്പും പപ്പടവും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെല്ലാം വിളമ്പി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരത്തേക്ക് മാറി നിൽക്കും. നമ്മുടെ പിതൃക്കൾ, അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ഓർത്തുകൊണ്ട് എല്ലാ വിശേഷ ദിവസങ്ങളിലും അങ്ങനെയാണ്. അതിന് ശേഷം മാത്രമേ അകത്ത് കയറിയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കത്തുള്ളൂ. അപ്പം മിന്നു അതിൻ്റെ ഇടയ്ക്ക് പായസത്തിൽ കൈമുക്കി ഇങ്ങനെ നക്കി നോക്കുന്നുണ്ട്. പുള്ളിക്കാരിക്ക് അത് കുറേ ചിപ്സൊക്കെ കഴിച്ചു. ചോറും കണക്കായിരുന്നു, വലുതായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അവൾ അങ്ങനെ ഒന്നും കഴിക്കത്തില്ല. അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അമ്മയായിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ വന്ന് ചോറുണ്ണാൻ പറയുക, അവളെ ഇവിടെ കേൾക്കാൻ കുറച്ചൊക്കെ ഇട്ട് വരട്ടി. പിന്നെ പുളിശ്ശേരി ആളിന് ഇഷ്ടമാണ്, ഉണ്ണിയേട്ടനും ഭയങ്കര ഇഷ്ടമാണ്. അത് കണക്ക് തന്നെയാണ് ഇവളും. പുളിശ്ശേരി ഒരുപാട് കഴിക്കും. അത് ഇപ്പം ഇങ്ങനെ കുറച്ചിട്ട് വരട്ടിയിട്ട് ഇപ്പം തുടങ്ങും, അമ്മൂമ്മ കഴിത്താ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് പുള്ളിക്കാരി. അപ്പം നമ്മളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവൾ 1-2 കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞു കഴിത്താന്ന്. അപ്പോൾ അമ്മ അവിടെ നിന്ന് എണീപ്പിച്ച് ഇനി അമ്മ തന്നെ കഴുകി കൊടുക്കണം, എങ്കിൽ മാത്രമേ സമാധാനം വരത്തുള്ളൂ. അങ്ങനെ പാവം അമ്മ അവിടെ നിന്ന് എണീപ്പിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ സദ്യയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛന് വലുതായിട്ട് പച്ചക്കറിയൊക്കെ വലിയ പാടാണ്. അച്ഛന് മീനൊക്കെ വേണം, എങ്കിൽ മാത്രമേ ഉള്ളൂ അച്ഛനൊരു സന്തോഷം. അച്ഛൻ നേരത്തെ തന്നെ കഴിച്ച് എണീറ്റിട്ടുണ്ട്. മിന്നൂസ് ആ പുളിശ്ശേരി കുടിക്കുക കണ്ടോ. അവൾ പുളിശ്ശേരി എന്നാൽ ചോറും കൂടെ കൊടുത്താൽ കഴിക്കത്തില്ല. ഇച്ചിരി ചോറ് ഇട്ട് വരട്ടി അപ്പം തന്നെ തുപ്പിത്തരും. അങ്ങനെയാണ്. ഇപ്പോൾ തന്നെ കൈയിട്ട് വീണ്ടും ഇതാക്കിയിട്ട് കഴുകി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അമ്മ തന്നെ അമ്മ തന്നെ എണീറ്റ് ചെല്ലണം. അങ്ങനെയാണ്. അപ്പം നമുക്ക് വിളക്കത്തിക്കാൻ തുടങ്ങാം. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് പായൊക്കെ വിരിച്ച് അമ്മ അവിടെ ഇങ്ങനെ കിടക്കും, ഞങ്ങളും വന്ന് അടുത്തിരിക്കും. മിക്ക ദിവസങ്ങളിൽ, അവധി ദിവസങ്ങളിൽ ഇങ്ങനെയാണ്. പിന്നെ ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാൽ നമ്മൾ ഓണം പ്രമാണിച്ചൊന്നും ഇട്ടല്ല, മിന്നൂസിന് സ്ഥിരം ഉള്ളതാണ് ഊഞ്ഞാൽ ഇവിടെ, അവൾക്കത് ഇഷ്ടമാണ്. പിന്നെ ലെച്ചൂസ് അവിടെ ഓണക്കോടിയൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞു. അപ്പം മിന്നൂസിൻ്റെയും കുറച്ച് ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് കളികളൊക്കെയാണ്. പിന്നെ രണ്ടാമത്തെ ഓണം മുതൽ, അവിടെ നേരത്തെ മുതലേ അങ്ങനെയാണ്. പിന്നെ രണ്ടാമത്തെ ഓണം മുതലെന്ന് പറയുമ്പം എല്ലാവരും തിരക്കൊക്കെ ആയി, ആരും ഓണത്തിനൊന്നും വരാണ്ടൊക്കെ ആയി. അങ്ങനെ തന്നെ അവിടെ ഓണത്തിൻ്റെ കളികളൊക്കെ തീർന്നു. എല്ലാവരും ഉണ്ടെങ്കിൽ ഉണ്ണിയേട്ടനും സണ്ണിയും
ചോട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ഓണത്തിൻ്റെ കളികളൊക്കെ അടിപൊളിയായിട്ട് നടക്കും. അല്ലെങ്കിൽ എല്ലാം കണക്കാണ്. പിന്നെ രസമാണ് അവിടെ ഇങ്ങനെ കളികളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് നല്ല രസമാണ്. ഇവിടെ പിന്നെ നമ്മുടെ ഓണം ഇങ്ങനെയൊക്കെയാണ്, വിളക്ക് കത്തിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച്, അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഓണം. പണ്ട് മുതലേ അങ്ങനെയാണ്. അവിടെ ചെന്നാണ് ആദ്യമായിട്ട് ഞാൻ അത്രയും കളികളും ഒക്കെ ഓണത്തിന് വീടുകളിൽ കാണുന്നത്. അല്ലാണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഉണ്ടല്ലോ. എന്താ മുട്ടായി ഇയാളെ കവർ എന്തിനാ അവിടെ ഇട്ടേ? മിസ്സേ കത്തിക്കണോ? കത്തിക്കുന്നോ? ആ കറക്ക് കറക്ക് ചുറ്റ് ഇങ്ങനെ പിടിച്ചാൽ മതി. ആ നടന്ന കറക്ക്. മിന്നോ മിന്നോ അത് രണ്ടും കൂടെ കത്തിച്ചായിരുന്ന ഒരു ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഓണം ഇങ്ങനെയൊക്കെയാണ്. ഞങ്ങളുടെ കൊച്ചു കുടുംബത്തിൻ്റെ ചെറിയ ഓണം. എന്താ സദ്യയൊക്കെ കഴിച്ച് വൈകുന്നേരം ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങനെ ഓണം അങ്ങ് തീരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഓണം നന്നായിട്ട് ആഘോഷിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.